മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരി പരധാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരി പരധാരി യശോദനന്ദന പ്രജജനരഞ്ജന യശോദനന്ദന പ്രജജനരഞ്ജന വനചാരി യമുനാ തീര വനചാരി കുഞ്ചവിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ചവിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ചവിഹാരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗുണരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇപ്പൊ നമ്മള് ഇന്ന് നമ്മുടെ എല്ലാ ദിവസവും ഇപ്പൊ നിങ്ങൾ ഹരിനാമം ജപിച്ചു, ഭഗവാന്റെ കീർത്തനം ചെയ്തു. തുടങ്ങട്ടെ പ്രഭു? തുടങ്ങാം മാതാജി, പ്ലീസ്. ഇപ്പൊ കീർത്തനം ചെയ്തു, അതേപോലെ ഹരിനാമം ജപിച്ചു, അതേപോലെ സത്സംഗത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ മഹിമ, അത് നമ്മൾ ചെയ്യുന്ന ഓരോ ഭഗവാന്റെ സേവനങ്ങൾക്കും, ഓരോ ഭഗവത് സേവനത്തിന്റെ ഓരോ അംഗങ്ങൾക്കും അത്രമാത്രം മഹിമയാണ്. ഏറ്റവും പ്രധാനം ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നതിലാണ്. അതാണ് അടിത്തറ. നമ്മളൊരു വീട് വെക്കുമ്പോൾ അതിൻ്റെ ആദ്യം നമ്മൾ അടിസ്ഥാനം, അതായത് അടിത്തറ കെട്ടിയിട്ടാണ് മുകളിലോട്ട് വീട് എത്ര നില വേണേലും പണിയും. അപ്പൊ എന്ന് പറയുന്നത് പോലെ നമ്മൾ അടിത്തറ ഇടുന്നതാണ് ഹരേ കൃഷ്ണ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ബേസാണ്, അടിസ്ഥാനമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം, നമ്മുടെ ഭക്തി മാർഗത്തിന്റെ. അപ്പോ ഭക്തി എന്ന് പറയുന്നത് പ്രേമഭക്തിയുണ്ട്, ഭയഭക്തിയുണ്ട്, പല വിധത്തിലുണ്ട്. അപ്പൊ നമ്മൾ ഏത് ഭക്തിയായാലും ഇപ്പൊ ആദ്യം ഭയഭക്തി ബഹുമാനാദരങ്ങളോടെയാണ് നമ്മൾ ഭഗവാനെ സമീപിക്കുന്നതും. പിന്നീട് നമുക്ക് ആ ഭക്തിയുടെ ആ പാരമ്യത, ഇപ്പൊ മാതാജി വായിച്ച് ഗോപികമാര് ഭഗവാനെ സ്വീകരിക്കാൻ പോകുന്നതും അവരുടെ ശരീരത്തെക്കുറിച്ചോ അവരുടെ കുടുംബത്തെക്കുറിച്ചോ അവരുടെ ലൗകികമായ യാതൊരു കെട്ടുപാടിലും പെട്ടില്ലല്ല അവര് ഭഗവാനെ കാണാനായിട്ട് പോയത്, അഥവാ ഭഗവാനെ അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ പോയത്. അതായത് ചില സ്ത്രീകള് ഗോപികമാര് ഭഗവാന്റെ ഓടക്കുഴൽ നാദം കേട്ട് കഴിഞ്ഞപ്പോ അവര് എന്താ പറയാ, അവരുടെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു. അപ്പൊ അതാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. കൃഷ്ണനെ കുറിച്ചുള്ള മാത്രമുള്ള അവബോധം. അപ്പൊ ഇതെല്ലാം നമ്മൾ കരസ്ഥമാക്കുന്നത് ഹരിനാമ ജപത്തിലൂടെയാണ്, വിശേഷിച്ച് കലിയുഗത്തിൽ. നമുക്കിപ്പം ഗോപികമാരെ അനുകരിക്കാനോ ഗോപികമാരുടെ അല്ലെങ്കിൽ വലിയ വലിയ ഭക്തന്മാരുടെ ഒന്നും തരത്തിലുള്ള അവരെ അനുകരിക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷെ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ മഹിമയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും, അതായത് നമ്മൾ ഭാഗവതത്തിൽ ഉടനീളം ശ്രീ ഭഗവാൻ കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ മഹിമാനങ്ങളെയാണ്. അതേപോലെ നമ്മൾ നാമം ജപിച്ചു കഴിയുമ്പോൾ നമ്മൾ നാമാമൃത, അതായത് നാമത്തിന്റെ അമൃത്. അപ്പൊ നമ്മൾ നാമം എത്രമാത്രം മഹിമ, അപ്പം നാമത്തെയും കീർത്തിക്കണം. കാരണം നാമവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല.
അതായത് നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസവിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യശുദ്ധോ അഭിന്നത്വം നാമനാമിനു. നാമി നാമം എന്ന് വെച്ചാൽ ഹരിനാമം, നാമി എന്ന് പറഞ്ഞാൽ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ. പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനും ഭഗവാന്റെ തിരുനാമവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ അത് അതായത് ഒരു എന്താണ് രസവിഗ്രഹം, അതായത് ഭഗവാൻ എന്ന് പറയുന്ന രസവിഗ്രഹമാണ്, അത് പൂർണ്ണ ശുദ്ധമാണ്. മനസ്സിലായി? അപ്പൊ ഇതൊക്കെയാണ് ഭഗവാന്റെ തിരുനാമത്തിൽ ഇതിന്റെ എല്ലാം അനുഗ്രഹം നമുക്ക് തന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിനെ മനസ്സിലാക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും. ഭഗവാന്റെ തിരുനാമം, ഭഗവാന്റെ ലീല, നാമം, രൂപം, ഗുണങ്ങൾ ഇവയൊക്കെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം കൃഷ്ണനോടുള്ള ശുദ്ധമായ സ്നേഹമാണ് നമ്മൾ ഹരിനാമം ജപത്തിലൂടെ നമുക്ക് സിദ്ധിക്കുന്നത്. ഭഗവാനോടുള്ള ശുദ്ധമായ, അതാണ് പ്രേമഭക്തി എന്ന് പറയുന്നത്. ഭയഭക്തി എന്ന് വെച്ചാൽ നമ്മൾ ആരാധിക്കുക. ഇപ്പൊ ഗോപികമാര് ഭഗവാനെ കാണാനായിട്ട് ഇപ്പൊ പറഞ്ഞതുപോലെ ഗോപീഗീതത്തില് പോകുന്ന സമയത്ത് കൃഷ്ണനെ പെട്ടെന്ന് പ്രത്യക്ഷമായപ്പം ഈ ഗോപികമാരെല്ലാം കൂടി ഇങ്ങനെ ഭഗവാനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഭഗവാൻ നാരായണ രൂപത്തില് അവിടെ പ്രത്യക്ഷനായി. നാരായണ രൂപത്തിൽ പിന്നെ അതായത് ചതുർബാഹുവായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് അവർക്കറിയില്ല, അവർക്ക് അറിയുന്നത് എന്താണ്, അത് നാരായണനാണ്. അപ്പൊ അത് വളരെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് നമിക്കുകയും വളരെ ബഹുമാന പുരസ്സരം അദ്ദേഹത്തെ പിന്നെ ആരാധിക്കുകയും ചെയ്തു. അപ്പൊ പെട്ടെന്ന് അവര് അങ്ങ് പോയി, പിന്നെയും കൃഷ്ണനെ തെരഞ്ഞു പോയി. അപ്പൊ എന്ന് പറയുന്ന പോലെ ഇപ്പൊ കൃഷ്ണനോടുള്ള സ്നേഹം ഒരിക്കലും ഭയത്തോടു കൂടിയല്ല, ഭയഭക്തിയല്ല, അത് പ്രേമഭക്തിയാണ്. അപ്പം നിത്യസിദ്ധ കൃഷ്ണ പ്രേമ സാധു കപുനായ ശ്രവണാദി ശുദ്ധചിത്തെ കരയ ഉദയ. അതായത് കൃഷ്ണനോടുള്ള ശുദ്ധമായ സ്നേഹം എന്ന് പറയുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ശാശ്വതമായിട്ട് സ്ഥാപിക്കപ്പെട്ടതാണ്. അതൊക്കെ നമ്മുടെ ഹൃദയത്തിലുള്ളതാണ്. നമ്മൾ പറയല്ലോ, അതായത് കൃഷ്ണ പ്രേമം, ഈശ്വരാവബോധം, കൃഷ്ണാവബോധം എന്ന് പറയുന്ന അത് ഉറങ്ങിക്കിടക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ. അപ്പൊ അത് എല്ലാവരുടെയും, അതായത് എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ അത് ശാശ്വതമായിട്ടുണ്ട്, അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ് അനാദികാലം മുതലേ. കാരണം എന്താണ്, നമ്മൾ ഭഗവാന്റെ അംശമായത്. അപ്പൊ അങ്ങനെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്താണ് ഒരു ചെറിയ, നമുക്കിപ്പം ഒരു വലിയ ഒരു കച്ചിത്തുറു എന്ന് പറയത്തില്ല, അത് കച്ചി കൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ, വൈക്കോല് തുറു കൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു സ്പാർക്ക് മതി അത് ആളിക്കത്താൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഹൃദയത്തില്. പക്ഷേ ഒരുപാട് നാളത്തെ നമ്മുടെ ജന്മങ്ങളെടുത്ത് നമുക്ക് ഒരുപാട് എന്താ പറയാ അഴുക്കുകള്, മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിൽ കുന്നുകൂടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരിയായ രീതിയിൽ ഈശ്വരനെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈശ്വരനോട് അടുക്കാനോ ഈശ്വരനെ നമ്മളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് തൽക്കാലം കഴിഞ്ഞിരുന്നില്ല. പക്ഷേ എന്താണ്, നമുക്ക് ഏതെങ്കിലും ഒരു സ്പാർക്ക്, അതാണ് കൃഷ്ണാവബോധത്തിന്റെ ഏറ്റവും വലിയ മഹിമ എന്ന് പറയുന്നത്. എവിടുന്നെങ്കിലുമൊക്കെ നമുക്ക് ആ ഒരു കണക്ഷൻ, നമ്മുടെ ആഗ്രഹമോ അല്ലെങ്കിൽ നമ്മുടെ അജ്ഞാത സുഹൃതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈഷ്ണവരുടെ കാരുണ്യമൊക്കെ ആയിട്ടാണ് നമുക്ക് ഇത് നമ്മളിലേക്ക് ഈ അനുഗ്രഹം ഒഴുകിയെത്തുന്നത്. അതാണ് പറയുന്നത്. അതായത് നമുക്ക് എന്താണ്, നമ്മുടെ ഹൃദയത്തിലുണ്ട് ഈശ്വരാവബോധം. കാരണം നമ്മൾ കൃഷ്ണന്റെ അംശമാണ്. അപ്പം ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആ ഈശ്വരാവബോധം ഉണ്ട്. പക്ഷെ അത് എന്താണ്, ഒരുപാട് മാലിന്യങ്ങളാൽ കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ആത്മാവിനെ സഹിതം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കൃഷ്ണാവബോധം നമ്മൾ ഉണർത്തി കിട്ടുക. അതായത് നമ്മൾ എന്താണ്, കൃഷ്ണനോടുള്ള ശുദ്ധമായ പരിശുദ്ധമായ സ്നേഹം അഥവാ പ്രേമം എല്ലാവരുടെയും ഹൃദയത്തിൽ ശാശ്വതമാണ്. അത് വേറെ ഒരു സ്രോതസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നതല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, നാമം ജപിച്ചും അതുപോലെ തന്നെ നമ്മൾ ഭഗവാനെ കുറിച്ച് ശ്രവിച്ചും. ഇപ്പൊ നമ്മൾ വെളുപ്പിനെ ഇരുന്ന് നാമം ജപിക്കുന്നു, അതുപോലെ ഇപ്പൊ നമ്മൾ എന്താ ഭാഗവതത്തിലെ ഓരോരോ ഭാഗങ്ങൾ എടുത്ത് നിങ്ങൾ പറയുന്നു. അതേപോലെ ഇതെല്ലാം എന്ന് പറയുന്നതാണ് നമുക്ക് കൃഷ്ണാവബോധം ഉണരാനുള്ള വഴി എന്ന് പറയുന്നത്. അപ്പൊ ജീവജാലങ്ങള് സ്വാഭാവികമായിട്ട് നമുക്ക് ഇതെല്ലാം കേട്ട് നമ്മൾ ഉണരും. അതിനാണ് ശ്രവണം എന്ന് പറയുന്നത്. ശ്രവണ പ്രക്രിയയിലൂടെയാണ് നമ്മുടെ ആ അവബോധം തൊട്ടുണരുന്നത്. അപ്പോൾ കൃഷ്ണാവബോധം എല്ലാവരിലും അന്തർലീനമായതുകൊണ്ട് എല്ലാവർക്കും കൃഷ്ണനെ കുറിച്ച് കേൾക്കണം, അതേപോലെ അവന് അവസരം നൽകണം. ഇപ്പൊ പ്രഭു ഇപ്പൊ ചെയ്യുന്ന അത് തന്നെയാണ്. ഇത്രയും ഭക്തന്മാരെ 60 ഡിവോട്ടീസ് ഉണ്ട്. ഇവരെല്ലാം വെളുപ്പിനെ 4 മണിക്ക് വിളിച്ച് എല്ലാവർക്കും ആ എന്താ പറയാ അവസരം കൊടുക്കുകയാണ്. അപ്പൊ ഈ അവസരം കിട്ടുമ്പോഴാണ് നമുക്ക് കൃഷ്ണാവബോധം ഇത് കേട്ടും അതേപോലെ ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ നാമം ജപിച്ചും ഒക്കെ നമുക്ക്
ആ ശ്രവണം കീർത്തനം നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്. അതായത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് കിട്ടുന്നതല്ല കൃഷ്ണാവബോധം. ഉള്ളിലുണ്ടെങ്കിൽ തന്നെ അതിനെ തട്ടി ഉണർത്തി വരാൻ, ഇപ്പൊ പൊടി തട്ടിയെടുക്കാൻ, അതാണ് ചേതോ ദർപ്പണം ആർജനം ഭവമഹ ദാവാഗ്നി നീർവാപണം. അതായത് എന്താണ്, നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു കണ്ണാടി പോലെയാണ്. ഇത്രമാത്രം പൊടി പിടിച്ചിരിക്കുന്ന ഒരു കണ്ണാടിയിൽ കൂടെ നമ്മുടെ മുഖം സ്പഷ്ടമാകാത്തതുപോലെ നമ്മുടെ ഹൃദയത്തിൽ പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ അല്ലെങ്കിൽ മാലിന്യങ്ങള് അതിങ്ങനെ എന്താണ് പല പല ജന്മങ്ങളിലൂടെ നമ്മൾ ആർജിച്ച എന്താണ് കർമ്മദോഷങ്ങളാണ്. അപ്പൊ ഇതിനെയൊക്കെ തട്ടി മാറ്റുക എന്ന് വെച്ചാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് കാമക്രോധ ലോഭമോഹ മത മത്സരാദികൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനെയൊക്കെ ഹരിനാമം മാത്രമേ ഉള്ളൂ. അതാണ് ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത്, ഹരിനാമം മാത്രമേ ഉള്ളൂ നമുക്കതിനെ എന്താ പറയാ ആ പൊടിപടലങ്ങളെ മായ്ക്കാനായിട്ട്. അപ്പം ഇതെന്ന് വെച്ചാൽ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം സങ്കീർത്തനം എന്ന് പറയുന്നത് അത് അനുഗ്രഹ ചന്ദ്രന്റെ കിരണങ്ങൾ വിതറുന്നതാണ്. അതായത് അനുഗ്രഹം എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പൊ നമുക്ക് പിന്നെ ചന്ദ്രനിൽ നിന്ന് എന്താണ് കിട്ടുന്നത്, രാത്രിയിൽ കുളിർമയാണ് കിട്ടുന്നത്. സൂര്യനിൽ നിന്ന് കിട്ടുന്ന എന്താണ്, ഉച്ചയ്ക്ക് ചൂട്, ഇല്ലേ, വെളിച്ചവും ചൂടും കിട്ടും. അതേപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് എപ്പോഴും വേണ്ട എന്താണ്, എപ്പോഴും കുളിർമയാണ്, നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം എന്നതാണ്. അനുഗ്രഹ ചന്ദ്രന്റെ കിരണങ്ങളാണ് നമുക്ക് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ നമ്മൾ സിദ്ധിക്കുന്നത്. ഇതിന്റെ മഹിമയെന്ന് പറഞ്ഞ, അപ്പൊ ചിലർ വിചാരിക്കും ഇപ്പൊ ഇത്രമാത്രമൊക്കെ പണ്ട് മുതലേ കേൾക്കുന്നതാണ് ഹരേ കൃഷ്ണ മന്ത്രം, എന്തുകൊണ്ടാണ് ഇത്രമാത്രം പറയാൻ, എന്താണ് ഇതിനെക്കുറിച്ച് എന്നും എല്ലാ ദിവസവും ഇത്രയും ഈ ഭഗവാന്റെ നാമത്തെക്കുറിച്ച് പറയാൻ എന്താണ് കാരണം? അത് പറഞ്ഞാലും ഒന്നും തീരുന്നതല്ല, അത് അമൃതാണ്. മനസ്സിലായി? അതിങ്ങനെ കിരണങ്ങൾ വർഷിച്ചുകൊണ്ടേയിരിക്കും. അതാണ് മഹാപ്രഭുവിന്റെ, ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അതാരാണോ ഏറ്റുവാങ്ങാനായിട്ട് എന്താ പറയാ ഹൃദയവും എന്താ പറയാ മനസ്സും ഒരേപോലെ സ്വീകരിക്കാനായിട്ട് അത് ആഗ്രഹിക്കുന്നത്, അവരിലേക്ക് ആ അനുഗ്രഹ ചന്ദ്രന്റെ കിരണങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ അതെല്ലാം ഏറ്റുവാങ്ങാനായിട്ട് എപ്പോഴും ദിവസവും ഏത് നിമിഷവും തയ്യാറായിരിക്കണം. അപ്പൊ ഭഗവാന്റെ തിരുനാമം അതാണ്, സതതം കീർത്തയന്തോമം, സദാസമയം നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കണം. ഭഗവാന്റെ തിരുനാമം ജപിച്ച് നമ്മുടെ ഹൃദയത്തിലെ എല്ലാവിധ മാലിന്യങ്ങളും മാറി പരിശുദ്ധമാകുമ്പം നമ്മുടെ ഹൃദയം അതിന് ഭഗവാനെ സ്വീകരിച്ച് അതിൽ പ്രതിഷ്ഠിക്കാനായിട്ട് ശ്രവണ മാത്രേണ ഹരിചിത്തം സമാശ്രയെ, അതായത് ആ ശ്രവണ മാത്രയിൽ തന്നെ നമ്മുടെ ഹൃദയത്തെ ഭഗവാനെ ആശ്രയിക്കുമെന്നാണ്. സാധാരണ നമ്മൾ പറയുന്നത് എന്താണ്, ഭഗവാനെ ആശ്രയിക്കണം. പക്ഷെ ഹരിയുടെ നാമം, അതാണ് ഒരിക്കൽ നാരദമുനിയോട് ആരോ ചോദിച്ചു. അപ്പൊ നമ്മൾ ഭാഗവതത്തിനകത്ത് പറയുന്നുണ്ട് നിത്യം ഭാഗവത സേവയാ. അപ്പോ നാരദമുനിയോട് ഒരാൾ ഒരു ദിവസം ചോദിച്ചു, ഈ നിത്യം ഭാഗവത എങ്ങനെയാണ്, ഭഗവാനെ സേവിക്കണമെന്ന് പറയുന്നല്ലോ, അപ്പൊ എങ്ങനെയാണ്? അപ്പം നാരദമുനി പറയുന്നതാണ് സദാസേവ്യ പത്മപുരാണത്തിൽ പറയുന്നതാണ്. സദാസേവ്യ നിത്യം ഭാഗവതീ കഥ യസ്യ ശ്രവണ മാത്രേണ ഹരിചിത്തം സമാശ്രയ. അപ്പൊ ഹരി ചിത്തത്തിനെ നമ്മുടെ ഓരോരുത്തരുടെയും ആരാണോ ജപിക്കുന്നത്, ആരാണോ സേവിക്കുന്നത്, നിത്യം ഭാഗവത സേവ ചെയ്യുന്ന ആരാണോ അവരുടെ ചിത്തത്തെ, അവരുടെ മനസ്സിനെ, ഹൃദയത്തെ ആര് ആശ്രയിക്കും? ഭഗവാൻ ആശ്രയിക്കും. അപ്പൊ നമ്മൾ ശുദ്ധമായിരിക്കണം. അങ്ങനെ നമ്മൾ ശ്രവണത്തിലൂടെ അതേപോലെ കീർത്തനത്തിലൂടെ നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ ശുദ്ധീകരിക്കുമ്പം, ഇപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. അപ്പൊ ഈ ശുദ്ധീകരണത്തിലൂടെയാണ് നമ്മുടെ ചിത്തത്തിലെ അഴുക്കുകളൊക്കെ മാറി അല്ലെങ്കിൽ മാലിന്യങ്ങളൊക്കെ മാറിയിട്ട് അത് ശുദ്ധമാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ പ്രവേശിച്ച് അവിടെ പ്രതിഷ്ഠിതനാകും. ആൾറെഡി പരമാത്മ രൂപേണ ഭഗവാൻ അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഹരിനാമം ജപിക്കുമ്പം രാധാറാണിയും ഭഗവാൻ ശ്രീകൃഷ്ണനും ഒരേപോലെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതനാകും. നാമം ജപിക്കുമ്പോൾ നമ്മുടെ നാവിൽ അവര് നൃത്തം ചെയ്യും. നമുക്കതൊക്കെ ആ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹമാണ്. ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു, അതായത് വൈരാഗ്യവിദ്യ എന്ന് വെച്ചാൽ എന്താണ്? ഭൗതിക ലോകത്തെ നമ്മൾ എപ്പോഴും നമുക്ക് ആസക്തിയാണ്, അല്ലേ? ഇപ്പൊ കാമം, ക്രോധം, ലോഭം, മോഹം ഇതൊക്കെ ആസക്തിയാണ്. നമുക്ക് എന്താണ് ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ലൗകികമായുള്ള കാര്യങ്ങൾ നേടുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങൾ. അപ്പൊ ഇത് നമ്മൾ വൈരാഗ്യവിദ്യയാണ്. ആക്ച്വലി നമ്മളിപ്പം പ്രാക്ടീസ് ചെയ്യുന്നത് വൈരാഗ്യവിദ്യ. വൈരാഗ്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരോടുള്ള ശത്രുതയോ വൈരാഗ്യമോ ഒന്നും അല്ല. നമ്മൾ മലയാളത്തിൽ വൈരാഗ്യം എന്ന് പറയുമ്പോൾ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന. വൈരാഗ്യം എന്ന് വെച്ചാൽ എന്താ? ലൗകിക ജീവിതത്തിനോടുള്ള ഒരു എന്താ പറയുക, ഒരു വിരക്തി, യുക്ത വൈരാഗ്യം എന്നൊക്കെ, അതൊക്കെ ഉന്നതമായ സ്റ്റേജാണ്.
വൈരാഗ്യ വിദ്യയായാലും ഉന്നതമായ സ്റ്റേജാണ്. പക്ഷെ അതൊക്കെ നമ്മൾ ആചാര്യന്മാര് അത് ആചരിക്കുന്ന കണ്ട് അത് കണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്താണ് വൈരാഗ്യം, എന്താണ് അല്ലെങ്കിൽ യുക്തവൈരാഗ്യം എന്നൊക്കെ പറയുന്നത്. അതായത് ഭൗതിക ലോകത്ത് നമുക്ക് എപ്പോഴും ആസക്തികളാണ്. അപ്പൊ ഈ ആസക്തിയാണ് ഭൗതിക ലോകത്ത് നമ്മളെ വീണ്ടും വീണ്ടും കുടുക്കി ഇടുന്നത്. അപ്പൊ അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയാണ് നമ്മൾ ഹരിനാമത്തെ പൂർണ്ണമായും ആശ്രയിക്കണം. നമ്മൾ പറയത്തില്ലേ, ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കണം, ഭഗവാനെ ആശ്രയിക്കണം, ഗുരുവിനെ ആശ്രയിക്കണം. അതേപോലെ നമ്മൾ ഹരിനാമത്തെ ആശ്രയിക്കണം. ഹരിനാമം എന്ന ആ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ പൂർണ്ണമായി, അതൊരു വ്യക്തിയാണ്. കലികാലേ നാമരൂപേ കൃഷ്ണ അവതാർ. കലിയുഗത്തിലെ നാമരൂപത്തിലാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. ഭഗവാന്റെ അവതാരം തന്നെയാണ്, അതൊരു വ്യക്തി തന്നെയാണ്. അത് ഭഗവാനും നാമവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ തന്നെ ഭാഗവതം എന്ന് പറയുന്നത് അതൊരു വ്യക്തിയാണ്. അപ്പം ഭഗവാൻ തന്നെയാണ്, സ്വയം ഭഗവാൻ തന്നെ അവതരിച്ചതാണ് അതായത് ഗ്രന്ഥരൂപത്തിൽ. അതുകൊണ്ടാണ് ഗ്രന്ഥരാജ് എന്ന് വിളിക്കുന്നത്. എല്ലാ ഗ്രന്ഥങ്ങളുടെയും ക്രൗണാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അതേപോലെ എല്ലാ മന്ത്രങ്ങളുടെയും എന്താ പറയാ, അതാണ് മഹാമന്ത്രം. എല്ലാ മന്ത്രങ്ങളുടെയും രാജാവാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത്. നാംനാമകാരി ബഹുത നിജ സർവശക്തി. ഭഗവാന്റെ എല്ലാ ശക്തികളും ആവാഹിച്ചിട്ടുണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ. ഇപ്പൊ ചിലര് ചോദിക്കും, ഓം നമോ ഭഗവതി വാസുദേവായ എന്നൊരു മൂലമന്ത്രം എന്തുകൊണ്ടാണ് ഓം ഇല്ലാത്തത്, നമ്മൾ എന്താ ഓം എന്ന് ജപിക്കാത്ത എന്താ? അങ്ങനെയൊക്കെ പലരും പല ചോദ്യങ്ങളും ചോദിക്കും. ചിലർ ചോദിക്കും, എന്തുകൊണ്ടാണ് രാമ എന്ന് പറയാത്ത ആദ്യം? നേരത്തെ എല്ലാവരും രാമ എന്നാണല്ലോ ഖണ്ഡനാമത്തിലൊക്കെ പറയുന്നത്. അതൊക്കെ ശരിയാണ്, പക്ഷെ എല്ലാത്തിനും ഓരോരോ കാരണങ്ങളുണ്ട്. ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയും, നമ്മളിപ്പോ ആചാര്യന്മാര് പിന്നെ ഈ തന്നിരിക്കുന്ന ഈ മന്ത്രം നമുക്ക് യാതൊരു യോഗ്യതയില്ലെങ്കിലും നമുക്കതിനെ ജപിക്കാനായിട്ട് നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് നമ്മുടെ കൈകളിൽ എത്തി. അതിന്റെ മഹിമ നമ്മൾ അതിനെ കേട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും നമ്മൾ അതിനെക്കുറിച്ച് ഓരോരുത്തർ പറഞ്ഞു തരുന്നു. നിങ്ങളത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അതുപോലെ ഓരോ ദിവസവും നിങ്ങളുടെ നാമജപത്തിന്റെ ഇംപ്രൂവ്മെന്റ്, അതിന്റെ എന്താ പറയാ, അതിന്റെ ആ പുരോഗതി ഉണ്ടാകണം നമ്മൾ. അപ്പൊ അതാണ് നമ്മൾ നാമം ജപിക്കുമ്പോഴ ശ്രദ്ധയോടെ ജപിക്കണം. അപ്പം കാരണം എന്താ, ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തികളെ ഭഗവാൻ എല്ലാം കൂടെ അതിനകത്ത് നിക്ഷേപിച്ചിരിക്കുകയാണ്. ഹരേ കൃഷ്ണ മന്ത്രം അതിനകത്ത് ഓമും ഉണ്ട്, രാമനും ഉണ്ട്, കൃഷ്ണനും ഉണ്ട്, രാധാറാണിയും കൃഷ്ണനുമാണ് ആക്ച്വലി, ബലരാമനുണ്ട്, അതുപോലെ ശ്രീരാമചന്ദ്രദേവനുണ്ട്, ഇതെല്ലാവരും ഉണ്ട്. ഭഗവാൻ എത്രമാത്രം നാമങ്ങളുണ്ടോ അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. എത്രമാത്രം ശക്തികളുണ്ട്, അനന്തമാണ് ഭഗവാന്റെ ശക്തികൾ. അചിന്ത്യ ഗുണസ്വരൂപനാണ് ഭഗവാൻ. അപ്പൊ അത്രയും അചിന്ത്യമായ ഗുണങ്ങളും ആ രൂപങ്ങളും ആ എന്താ പറയാ നാമങ്ങളും ശക്തികളും എല്ലാം ആവാഹിച്ച മന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിന്റെ ശത്രുതയെ പോലും, അതായത് നമ്മുടെ ഹൃദയത്തിലൊക്കെ ഓരോരുത്തരോട് ശത്രുത, നമ്മുടെ മനസ്സ് തന്നെ എന്താണ് നമ്മുടെ ശത്രുവാണ്. അപ്പൊ അതാണ് ശത്രു ചേതൈക മന്ത്രം എന്നൊക്കെ എന്താ കുലശേഖര ആൾവാർ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പം മന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ത്രാണനം ചെയ്യാനുള്ള, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നതാണ്, നമ്മുടെ മനസ്സിനെ ത്രാണനം ചെയ്യുന്നതാണ് മന്ത്രം, ഇല്ലേ? മന ഇതി ത്രായതേ മന്ത്ര. അപ്പൊ ഇതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ മഹിമ. ധാരാളം എത്ര പറഞ്ഞാലും തീരില്ല. കാരണം ഭാഗവതത്തിലൂടെ ഭഗവാന്റെ ഓരോ ലീലകളെയും വർണ്ണിച്ച് ശുകദേവ ഗോസ്വാമി എത്രമാത്രം അതിനെ വർണ്ണിക്കാവോ അത്രമാത്രം വർണ്ണിച്ചിട്ടുണ്ട്. അതേപോലെയല്ല ഹരിനാമത്തെ എത്രമാത്രം വർണ്ണിച്ചാലും മതിയാവില്ല. കാരണം അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം. അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ അത് സ്വീകരിക്കുക. ആ സ്വീകരിച്ച് നമ്മൾ അതിന്റെ ആ മഹിമയെ കുറച്ചെങ്കിലും മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ സദാ സേവിക്കുക, ഭഗവാന്റെ നാമത്തെ സേവിക്കുക. എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴും നാമം ഉരുവിടുക. അതാണ് സതതം തീർത്ഥയന്തോമ. അപ്പൊ നമ്മൾ സദാസേവ്യ ശ്രീമദ് ഭാഗവതി കഥ. അപ്പൊ ശ്രീമദ് ഭാഗവത കഥയും ഹരിനാമവും എല്ലാം ഒരേപോലെയാണ്. അപ്പൊ ശുകദേവ ഗോസ്വാമി ഭഗവാന്റെ തിരുനാമത്തെ കുറിച്ചും ഭഗവാന്റെ ലീലകളെ കുറിച്ചും ഒക്കെ പരീക്ഷിത്ത് മഹാരാജാവിന് വർണ്ണിച്ചു കൊടുത്തപ്പം അദ്ദേഹം പറഞ്ഞ എന്താണ്? ഐ ആം ദ മോസ്റ്റ് ഫോർച്ചുനേറ്റ്. ഞാനാണ് ഏറ്റവും വലിയ ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആളെന്ന്. കാരണം എന്താ? ഞാൻ എപ്പോഴും ശ്രീമദ് ഭാഗവതം നിരന്തരം ശുകദേവ ഗോസ്വാമിയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ആചാര്യന്മാരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളാണ്. അപ്പം നമുക്ക് ചൈതന്യ മഹാപ്രഭു ആയാലും അതേപോലെ തന്നെ പിന്നീട് വന്ന നമ്മുടെ പരമ്പരയിലെ ആചാര്യന്മാരെല്ലാവരും തന്നെ നമുക്ക് എന്താ പറയാ, വളരെ ലളിതമായ രീതിയിൽ, അതായത് നമ്മൾ ഉന്നതമായി ചിന്തിക്കുക, ലളിതമായ ജീവിതം നയിക്കുക. ഇപ്പൊ എല്ലാവർക്കും എന്താ പറയാ, ഉന്നതമായ ജീവിതത്തിലാണ് ലക്ഷ്യം, അല്ലേ?
വളരെ പിന്നെ എന്താ പറയാ പിന്നെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. കാരണം കലിയുഗം മാറും തോറും, കലിയുഗം പുരോഗതി പ്രാപിക്കും തോറും നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ, അതായത് അഭിലാഷങ്ങൾ കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ അതുകൊണ്ട് എങ്ങനെയും ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെ ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ് മനുഷ്യന്റെ ലക്ഷ്യം. പക്ഷേ നമ്മൾ ആരും അറിയുന്നില്ല, നമുക്ക് ഓരോരോ അതാണ് പദം പദം യത് വിപദം നദേശ, നമുക്ക് വരുന്ന ഓരോരോ അപകടങ്ങള്, അപായങ്ങള്, അല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന വിഷമതകൾ. അപ്പൊ ഇതൊക്കെ നമുക്ക് തൽക്കാലത്തേക്കൊക്കെ നമുക്ക് വളരെ സുഖവും സന്തോഷവും ഒക്കെ തോന്നിയാലും പിന്നെ നമ്മളൊക്കെ എത്രമാത്രമൊക്കെ കേട്ടാലും ശരി, നമുക്ക് അത്രയും സീരിയസ്നെസ് കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ വരാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങൾ ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ കൃഷ്ണാവബോധത്തെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് നമുക്കിങ്ങനെ നമുക്ക് ഓരോരുത്തർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. വിശേഷിച്ച് കലിയുഗമായതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികവുമാണ്. നമുക്ക് കലിയുഗത്തിനെയും പറയാൻ പറ്റത്തില്ല, കലിയുഗത്തിലെ ആൾക്കാരെയും പറയാൻ പറ്റത്തില്ല. നമ്മളെ അങ്ങനെയാണ് സൃഷ്ടിച്ചത് കലിയുഗത്തിൽ. പക്ഷേ നമ്മുടെ ആചാര്യന്മാരുടെ അനുഗ്രഹം കൊണ്ടും നിത്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാനെയും പിന്നെ ഭക്തന്മാരെയൊക്കെ സേവിക്കുന്നത് വഴിയും അതിലുപരി സദാസമയവും ഭഗവാന്റെ ശ്രവണവും കീർത്തനവും ഒക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ഈ ദോഷങ്ങളെയൊക്കെ നമുക്ക് അകറ്റി നമുക്ക് എന്താ പറയാ ഭഗവാനെ, അതാണ് ശ്രവണ മാത്രേണ ഹരിചിത്തം സമാശ്രയി, നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഹരി എന്ന് വെച്ചാൽ എന്താണ്? എല്ലാം ഹരിക്കുന്നവൻ, നമ്മുടെ ദുഃഖഹരണം, അതായത് ദുഃഖത്തെ ഹരിക്കുന്ന ആളാണ് ഹരി. അപ്പൊ ആ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ പറ്റും. അപ്പൊ അതിനൊക്കെ നമുക്ക് ഇതിനെല്ലാം അവസരം ഉണ്ടാക്കി തന്നത് നമ്മുടെ ആചാര്യന്മാര്. അതുപോലെ ഭഗവാൻ സ്വയം ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട്, അദ്ദേഹം ആദ്യം നാമരൂപത്തിലും പിന്നെ മഹാപ്രഭുവായിട്ടും രാധാകൃഷ്ണ സ്വരൂപത്തിലും ഭഗവാൻ നമുക്ക് വന്നിട്ട് കലിയുഗത്തിലെ ജനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി, നമ്മുടെ കലിയുഗത്തിലെ ഈശ്വര സാക്ഷാത്കാരത്തിനെ കുറിച്ച് തെല്ലും എന്താ പറയാ അറിവില്ലാത്തവര്, അതേപോലെ നമുക്ക് എന്താ പറയാ ഈ ജീവിതം കഴിഞ്ഞാല് ഭഗവാന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള അറിവില്ലാത്തവര്, അജ്ഞതയായിട്ടിരിക്കുന്ന നമ്മളെ പോലുള്ള ആൾക്കാർക്ക് എല്ലാം ഒരു എന്താണ് പൂർണ്ണചന്ദ്രന്റെ കിരണങ്ങൾ, അതായത് നമ്മൾ പൗർണമി ദിവസം നല്ല നിലാവായിരിക്കും, നമ്മൾ വെളിയിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും അല്ലെ, നമ്മുടെ ശരീരത്തിന് കുളിർമ അനുഭവപ്പെടും. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ തന്നെ കുളിർമ നൽകുന്നതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതാണ് നമ്മുടെ ഹൃദയത്തിലെ എല്ലാ മാലിന്യങ്ങളെയും നമ്മൾ തുടച്ചു നീക്കി ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നത് ഭഗവാന്റെ അനുഗ്രഹ ചന്ദ്രന്റെ കിരണങ്ങളാണ്. അപ്പം നമ്മൾ വേണ്ട എന്താണ്? അന്യാഭിലാഷിത ശൂന്യം, അതായത് നമുക്ക് മറ്റുള്ള ആഗ്രഹങ്ങൾ ഒന്നും വെച്ചു പുലർത്താതെ, നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളും ഓരോരോ എന്താ പറയാ ഭൗതിക ചിന്തകളും എല്ലാവർക്കും ഉള്ളതാണ്. നമുക്കത് കാരണം വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ എന്താ ജന്മങ്ങൾ എടുത്തെടുത്ത് അതിങ്ങനെ കട്ടയായിട്ടിരിക്കുകയാണ്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ തേച്ചൊരച്ച് കളയാനാണ് ഹരിനാമം ജപിക്കുന്നത്. പക്ഷെ അന്നേരം നമ്മൾ നാമം ജപിച്ച് അതുകൊണ്ടാണ് കൂടുതൽ എത്രമാത്രം നമുക്ക് ജപിക്കാൻ പറ്റുമോ അത്രമാത്രം ജപിക്കുക. ആ ജപം എന്ന് പറയുന്നത് അത് മാത്രമേ നമുക്ക് ആശ്രയമായിട്ടുള്ളൂ. കലിയുഗത്തിൽ ഇപ്പം നമ്മളിതെല്ലാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ സബ്സിക്വന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ഭാഗവതം വായിക്കുന്നു, പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, പക്ഷെ അതിന്റെ അടിസ്ഥാന തത്വം അപ്പൊ അതൊക്കെ നമ്മളെ ഈ ഹരിനാമത്തെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. എല്ലാ ശൂന്യമായിട്ടുള്ള ലൗകിക പ്രവർത്തനങ്ങളൊക്കെ എന്ന് വെച്ചാൽ ആക്ച്വലി ശൂന്യമാണ്. ഒരു പിന്നെ കാലം കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി. പിന്നെ ഈവൻ ഈ ലൗകികമായിട്ടുള്ള ഈ ഭൗതിക ജീവിതത്തിന്റെ പിന്നാലെ പായുന്ന ഓരോരുത്തരും അതൊക്കെ എന്ന് വെച്ചാൽ അതില് ഒരു ബാള് നമ്മൾ ഭിത്തിക്കോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് ബൗണ്ട് ചെയ്ത് ഇവിടെ വരും അല്ലേ, എന്ന് തിരിച്ചു വരും എന്ന് പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെ കോടിക്കണക്കിന് ജന്മങ്ങളിലെ ചർവണാന അത് നമ്മളിങ്ങനെ ചവച്ചത് തന്നെ ചവച്ച് ചെയ്ത് പിന്നെ പ്രഹ്ലാദ മഹാരാജാവ് പറയുന്ന അതാണ്. കാരണം ഭൗതിക സുഖങ്ങൾ അനുഭവിച്ച് അത് തന്നെ നമുക്ക് ആ ഒരു പ്രവണത അത് മാത്രമാണ് ഭൗതിക ജീവിതം ആസ്വദിക്കുക എന്നുള്ളത്. ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാണ്. ശരിയായ ആസ്വാദനം കൃഷ്ണാവബോധത്തിലൂടെയാണ് അല്ലെ. നമുക്കിപ്പം അത് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാകും. ശരിയായ ജീവിതം, ശരിയായ ആസ്വാദനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ജീവിതചര്യ കൃഷ്ണാവബോധത്തിലൂടെ മാത്രമാണ് നമ്മൾ നേടിയെടുക്കുന്നത്. നാമജപത്തിലൂടെയും ഭാഗവത ശ്രവണത്തിലൂടെയും, ശ്രവണം, കീർത്തനം, സ്മരണം, വന്ദനം, പാദസേവനം, അർച്ചനം, ഇതൊക്കെ നമുക്ക്
എന്താണ് ആചാര്യന്മാര് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളെ പോലുള്ള നമ്മള് ബദ്ധരാണ് ഭൗതിക ലോകത്ത്, ഇങ്ങനെ എന്താ പറയാ, ബദ്ധരായിട്ട് വന്ന് നമ്മള് പതിതരാണ് അല്ലേ. ബദ്ധരെന്ന് വെച്ചാൽ എന്താ? ബദ്ധർ എന്ന് വെച്ചാൽ നമ്മളെ കെട്ടി വരിഞ്ഞ് മുറുക്കിയിരിക്കുകയാണ്. എന്ത്? നമ്മുടെ കർമ്മബന്ധങ്ങൾ കർമ്മപാശത്താൽ കെട്ടി വരിഞ്ഞിരിക്കുകയാണ്. നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. മൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്താണ്? ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷപ്രാപ്തി നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷേ മോക്ഷദായകനായിട്ടുള്ള ഭഗവാന്റെ തിരുനാമം ജപിച്ചാണ് നമുക്ക് ആ കെട്ടഴിച്ച്, അതാണ് വിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യതേ സർവസംശയ. അതായത് നമ്മുടെ ഹൃദയത്തിന് ഉള്ളിൽ ഒരു നോട്ടെന്ന് വെച്ചാൽ ഒരു കെട്ടുണ്ട്. ആ ഹൃദയത്തിലെ ആ ഗ്രന്ഥി, അതിന് ഹൃദയഗ്രന്ഥി എന്നാണ് പറയുന്നത്. ആ ഹൃദയഗ്രന്ഥിയെ നമ്മൾ ഛേദിക്കണം. ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്, അതായത് അജ്ഞാനത്തിന്റെ, അതായത് ജ്ഞാനത്തിന്റെ വാളുകൊണ്ട് അജ്ഞാനത്തിന്റെ കെട്ടുകളെ അറുത്തിട്ട് അർജുന എഴുന്നേറ്റ് നീ യുദ്ധം ചെയ്യാൻ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ജ്ഞാനം, അതായത് ഈശ്വരജ്ഞാനം, നമ്മുടെ ഹൃദയത്തിൽ ഈ മാലിന്യങ്ങൾ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് യഥാർത്ഥ ജ്ഞാനമില്ലാത്തത്. അപ്പൊ നമ്മൾ നാമം ജപിച്ച് നമ്മുടെ ഹൃദയ ശുദ്ധി കൈവരിക്കുമ്പോഴാ നമുക്ക് തനിയെ നമുക്ക് ഭഗവാൻ നമ്മളെ ശ്രദ്ധിക്കും. നമ്മൾ എങ്ങനെയാണ് നാമം ജപിക്കുന്നത്? വല്ലതൊക്കെ ആലോചിച്ചുകൊണ്ടാണോ നാമം ജപിക്കുന്നത്? നമ്മൾ വല്ലതൊക്കെ എന്തൊക്കെയാ നമ്മുടെ മനസ്സിലെ പല പല ചിന്തകൾ കടന്നു വരും. അതിനെയൊക്കെ നമ്മൾ മാറ്റി പെട്ടെന്ന് നമ്മൾ എപ്പോഴും അതാ ബോധം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ അലർട്ടായിരിക്കണം, ക്രിയാത്മകമായിരിക്കണം. ചിലർ ഇപ്പൊ ധ്യാനത്തിനൊക്കെ പോകുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അവിടെ പോയിരുന്ന് അവര് ധ്യാനിച്ചു കൊണ്ടിരിക്കും. കലിയുഗത്തിലെ എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണ് മനസ്സിനെ നിയന്ത്രിക്കാൻ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു, അതായത് മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. വാചോവേഗം, മനസാ ക്രോധവേഗം, ജിഹ്വാവേഗം, ഉദരോപസ്ഥവേഗം, ഏതാൻ വേഗാന്യോ വിഷയഹേത ധീര സർവം അവീമാം പൃഥ്വീംസ ശിക്ഷ്യാത്. അതായത് വാചകം, നമുക്ക് എത്ര നേരം നമുക്ക് മൗനമായിട്ടിരിക്കാൻ പറ്റും? എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും ഇല്ലേ. ചോദ്യ ഉത്തരങ്ങൾ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. പക്ഷികളും എപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മളും എപ്പോഴും ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക, ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക. ഇപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വാക്കുകളെ, നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കണം. ആദ്യം വാച്ചോ വേഗം, അതൊക്കെ ഒരു അതിന് പറയുന്നത് ത്വര എന്ന് പറയും. വേഗം, ത്വര എന്ന് വെച്ചാൽ അതായത് ആഗ്രഹം, സംസാരിക്കാനുള്ള ആഗ്രഹം. പിന്നെ മനസ്സ്, എപ്പോഴും മനസ്സ് എങ്ങനെയാണ്? എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ചഞ്ചലമാണ് മനസ്സ്. ചഞ്ചലം ഹി മനാ കൃഷ്ണ പ്രമാധി ബലഭദ്രം. അപ്പൊ അതാണ് മനസ്സെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചു. അതിനെ അടക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തസ്യാഹം നിഗ്രഹം മന്യേ വായുരിവസു ദുഷ്കരം. വളരെ ദുഷ്കരമാണ് മനസ്സിനെ അടക്കാൻ. കാറ്റിനെ നിയന്ത്രിക്കുന്നതിനെക്കാട്ടിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ക്രോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന, ആരെങ്കിലും എന്തെങ്കിലും ഒന്നും വേണ്ടി, കാരണം അത് കലിയുഗത്തിന്റെ ഓരോരോ പ്രത്യേകതയാണ്. എന്താ ക്രോധം? കാരണം നമുക്ക് ക്രോധം വരുമ്പോഴാ നമുക്ക് തന്നെ നമ്മളെ മറന്നുപോകും. ക്രോധാത് ഭവതി സമൂഹ സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. അതാണ് ക്രോധം. അപ്പൊ നമുക്ക് മനസ്സ്, വാചകം, മനസ്സ്, ക്രോധം. പിന്നെ ജിഹ്വ എന്ന് വെച്ചാൽ എന്താ? നാവ്. എന്ത് കിട്ടിയാലും കഴിക്കാനുള്ള ആഗ്രഹം. എന്ത് കിട്ടിയാൽ കഴിക്കാം. അങ്ങനെയൊക്കെ ഇന്നത്തെ ലോകം അതാണ് കലിയുഗത്തിലെ ആൾക്കാരുടെ പൊതുവായിട്ടുള്ള ജിഹ്വ. പിന്നെ ഉദരോപസ്ഥ വേഗം, നമ്മുടെ വയറിന്റെ ത്വര വേഗം, എന്തെങ്കിലുമൊക്കെ കൂടുതൽ കഴിക്കണമെന്നുള്ള. വേറൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് അത്യാഹാരം, കൂടുതൽ ആഹാരം കഴിക്കുക. അത്യാഹാര പ്രയാശ്ച എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ പിന്നെ അപ്പൊ ഇതൊക്കെ പിന്നെ അതിനുശേഷം എന്ന് വെച്ചാൽ എന്താണ്? അപ്പം 6 കാര്യങ്ങൾ ആണ് ഈ ഉപദേശാമൃതത്തിനകത്ത് രൂപഗോസ്വാമി പറയുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ അടക്കുമ്പോഴാ അതൊക്കെ നമുക്കിപ്പം ഈ വലിയ വലിയ ആചാര്യന്മാരുടെ കൂട്ട് അവരെ നമുക്ക് അനുകരിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അതേപോലെ നമ്മൾ നാവ് കൊണ്ട് നാമം ജപിച്ചു, ഭക്തന്മാരുമായിട്ട് ഭഗവാനെ കുറിച്ചുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടും, മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യ തുഷ്യന്തിശ്ച രമന്തിച്ച. അങ്ങനെയാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്. എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷം. എവിടെ സന്തോഷത്തിന് വേണ്ടി? അത് ഇവിടെ പോയാൽ സന്തോഷം കിട്ടും, സിനിമ കണ്ടാൽ സന്തോഷം കിട്ടും, നല്ല വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ സന്തോഷം കിട്ടും, പിന്നെ നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സന്തോഷം കിട്ടും. ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. സന്തോഷം കിട്ടുമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ യഥാർത്ഥ സന്തോഷം ഇരിക്കുന്ന നമ്മുടെ ഹൃദയത്തിനുള്ളിൽ തന്നെയാണ്.
അവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ ഉണ്ട്. അത് നമ്മളിലെ കസ്തൂരി ഉള്ളിൽ വെച്ചുകൊണ്ട് അത് ആ സ്മെല്ല് കണ്ടുകൊണ്ട് എവിടെയൊക്കെയോ ഓടി പോവുകയാണ്. പിന്നെ അതിന്റെ ആ സ്മെല്ല് എവിടെയാന്ന് കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ ഉദരത്തിൽ തന്നെയുണ്ട്. അതേപോലെ നമ്മുടെ ഹൃദയത്തിൽ തന്നെയുണ്ട് സന്തോഷം, ആനന്ദം. ആനന്ദാംബുതി വർദ്ധനം പ്രതിപദം. നമ്മൾ നാമം ജപിച്ച് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുമ്പോഴാ എല്ലാ സന്തോഷങ്ങളും എല്ലാ ആനന്ദവും നമ്മുടെ ഹൃദയത്തിൽ തന്നെ ആ ചൈതന്യത്തെ നമുക്ക് ഉണർത്തിയെടുക്കാൻ പറ്റും. അതാണ് കൃഷ്ണാവബോധത്തെ ഉണർത്തിയെടുക്കുക എന്ന് പറയുന്നത്. ഉറങ്ങിക്കിടക്കുകയാണ് ആ അവബോധം അഥവാ ആ സന്തോഷം അഥവാ ആ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ പറയാ ആ സന്തോഷത്തെ അല്ലെങ്കിൽ ആ ആനന്ദത്തെ നമുക്ക് ഉണർത്തിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതാണ് ഹരിനാമ ജപം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പിന്നെ അതേപോലെ അപ്പൊ ഇതിനെയൊക്കെ പിന്നെ ജീഹ്വ, പിന്നെ അതുപോലെ ഉദരം, പിന്നെ ജനനേന്ദ്രിയങ്ങൾ. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ഈ 6 കാര്യങ്ങളെ ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ ഭക്തിക്ക് ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ ഭക്തിക്ക് വിലങ്ങുതടിയാകും. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് നിയന്ത്രിക്കാൻ പറ്റുക? അതൊക്കെ നമുക്ക് ഉപദേശാമൃതത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ രൂപഗോസ്വാമിയുടെ ഈ എന്താ പറയാ ഉപദേശങ്ങളിലൂടെ നമുക്ക് ശ്രീല പ്രഭുപാദ് അതിന്റെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയും നമ്മുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും നമുക്ക് 100% ഒന്നും നമുക്കിപ്പോ ശ്രീല പ്രഭുപാദയോട് ശിഷ്യന്മാർ പറയും, ശ്രീല പ്രഭുപാദ പറയും, നിങ്ങൾ 100% നിങ്ങൾ കൃഷ്ണാവബോധത്തിൽ ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഭഗവത് സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റൂ. അന്നേരം പറഞ്ഞ പ്രഭുപാദ, എനിക്ക് 100% ഒന്നും ഞങ്ങൾക്ക് പറ്റില്ല. എന്നാ ഓക്കെ 90%. അതും പറ്റില്ല. എന്നാ ഓക്കെ 80%. അതും പറ്റില്ല. എന്നാ ഓക്കെ 70% എങ്കിലും നിങ്ങൾ ആചരിക്കണം കൃഷ്ണാവബോധം. അതേപോലെ നിങ്ങൾ 70% എങ്കിലും ചെയ്യണം. അപ്പം എന്നിട്ട് പിന്നെന്താ പറഞ്ഞത്? അപ്പം 70% എങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഭഗവത് ധാമത്തിൽ വരുമ്പോഴാ ഞാൻ അവിടെ ഉണ്ടാകും, ഞാൻ നിങ്ങളെ സ്വീകരിക്കും, ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ ഉൾപ്പെടുത്തും. അപ്പൊ ഇതൊക്കെ അതാണ് നമുക്ക് ആചാര്യന്മാരുടെ നന്മ അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. അതാണ് അവരുടെ കൃപാസിദ്ധി എന്ന് പറയും അതിന്. ആചാര്യന്മാരുടെ അനുഗ്രഹത്തിനാണ് കൃപാസിദ്ധി എന്ന് പറയുന്നത്. നിത്യസിദ്ധിയുണ്ട്, കൃപാസിദ്ധിയുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നേടിയെടുക്കുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭക്തിമാർഗത്തെ നമ്മൾ പിന്തുടരുന്നത് കൊണ്ടാണ്. അപ്പൊ ഭക്തിമാർഗത്തിലൂടെ അല്ലെങ്കിൽ ഭക്തിമാർഗം പിന്തുടരുന്നത് വഴി നമുക്ക് ഇപ്പം 16 മാല നമ്മൾ എല്ലാ ദിവസവും ജപിക്കുന്നു. അപ്പം പണ്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, അതായത് ശ്രീല പ്രഭുപാദിന്റെ ഗുരുവാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ. അപ്പൊ അദ്ദേഹം പറയുമായിരുന്നു 64 മാല ജപിക്കാത്തവരെല്ലാവരും പതിതരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ആചാര്യന്മാര് അവർ 64 മാല ജപിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ നമുക്ക് പ്രഭുപാദിന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ 16 മാല ജപിക്കാനുള്ള നിർദ്ദേശം നമുക്ക് കിട്ടിയതും. അത് മിനിമം ആണ്. നമ്മൾ മിനിമം 16 മാല ജപിക്കണം. അപ്പൊ അങ്ങനെ ഈ 16 മാല എങ്കിലും നമ്മൾ ജപിച്ചു മാത്രമേ നമുക്ക് എന്താ പറയാ നമ്മൾ ഉദ്ദേശസിദ്ധി, അതായത് നമ്മുടെ ഉദ്ദേശശുദ്ധി കൈവരിക്കാൻ പറ്റത്തുള്ളൂ. അതായത് എന്താണ്, നമ്മൾ ആചാര്യന്മാരുടെ ആ നിർദ്ദേശത്തെ പാലിക്കുക, ആ നാമം ജപിക്കുമ്പോൾ. കാരണം അത്രയെങ്കിലും ജപിച്ചാലേ നമ്മുടെ ഹൃദയത്തിന് ഇച്ചിരിയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം ഇങ്ങനെ അട്ടിപ്പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങൾ. അതിനെ എല്ലാ ദിവസവും വെളുപ്പിനെ എഴുന്നേറ്റില്ല നമ്മൾ കുളിക്കുന്ന പോലെ ശരീരം ഇപ്പൊ നേരം വെളുത്ത് വൈകുന്നേരം വരെ നമ്മൾ ജോലി ചെയ്ത് വിയർപ്പും അഴുക്കും പൊടിയും എല്ലാം നമ്മുടെ ശരീരത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ കുളിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ അഴുക്കെല്ലാം പോകും. ദിനം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്ന പോലെ ഇത് കോടിക്കണക്കിന് വർഷങ്ങളായി. ഈ ശരീരം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് കിട്ടിയതാണ് ശരീരം. മനസ്സും അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താ പറയാ അവബോധം എന്ന് പറയുന്നത് അത് കോടിക്കണക്കിന് ജന്മങ്ങൾ എടുത്ത് നമ്മൾ ഈ അഴുക്കുകളെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചേക്കും. അതൊന്നും കളയാനായിട്ടുള്ള ഒരു മാർഗവും നമുക്ക് കിട്ടിയിട്ടില്ല. മൃഗങ്ങളായിട്ട് പല ജന്മങ്ങൾ എടുത്തതിന് ശേഷം. പക്ഷെ ഇപ്പൊ മനുഷ്യജന്മം കിട്ടി. മനുഷ്യജന്മത്തിലും എല്ലാവരും മനസ്സിലാക്കിയില്ല. നമ്മളും പല മനുഷ്യജന്മങ്ങൾ എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു സമയം നമുക്കൊരു മനുഷ്യജന്മം കിട്ടി. ഇപ്പൊ കൃഷ്ണാവബോധം ലോകമെമ്പാടും ഒരു വടവൃക്ഷം പോലെ പടർന്ന് പന്തലിച്ചു വരികയാണ്. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ ഒരു അവസരമാണ്. ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട് 10,000 വർഷം സുവർണ യുഗമാണ്. ആ സമയത്തിനുള്ളില് പിന്നീട് നമ്മൾ വീണ്ടും ഈ ജന്മം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും പോയി ഒരു ശരീരവും സ്വീകരിച്ചുകൊണ്ട് വന്ന് വീണ്ടും A to Z നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ജന്മത്തിൽ തന്നെ നമ്മൾ ഇതിനെ ഇവിടെ പരിപൂർണതയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കേണ്ടത്. അതിന് നമ്മൾ കുറേശ്ശെ പ്രയത്നം ആവശ്യമാണ്. മനസ്സിലായി? എല്ലാത്തിനും നമുക്ക് പ്രയത്നം. അല്ലാത്തവർക്ക് എന്ന് വെച്ചാൽ ശ്രമയേവഹി കേവലം. ചിലര് തപശ്ചര്യകൾ ചെയ്യും, ചിലര് സമയം പാഴാക്കും. ഊഹാഭോഗങ്ങളിലൂടെ അല്ലെങ്കിൽ ശുഷ്കമായിട്ടുള്ള വാദപ്രതിവാദങ്ങളിലൂടെയൊക്കെ.
ഈശ്വരനെ, ഈ പരമസത്യത്തെ കണ്ടെത്താനായിട്ട്. പക്ഷേ നമ്മള് ഭക്തന്മാർക്ക് നമ്മുടെ ആചാര്യന്മാരുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ തിരുനാമം ജപിച്ച് 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 അത് മാത്രം ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ അതിന്റെ കൂടെ നമ്മളിപ്പം നമുക്ക് തിരുനാമം ജപിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തോന്നും, ഭഗവാനോട് പ്രേമം തോന്നുമല്ലോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും അതാണ് പിന്നെ നമ്മള് കീർത്തനം ചെയ്യും, ശ്രവണം ചെയ്യും, പിന്നെ അതേപോലെ അർച്ചനം ചെയ്യും, വന്ദനം ചെയ്യും, ദാസ്യം ചെയ്യും. ഇതെല്ലാം പിന്നെ പടിപടിയായിട്ട് നമുക്ക് എന്താ പ്രഹ്ലാദ മഹാരാജാവ് പറഞ്ഞു തന്ന പോലെ നമ്മൾ അതൊക്കെ പിന്നെ നമുക്ക് ഒരു 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 ചര്യ പോലെ ജീവിതചര്യയിൽ ഏർപ്പെടും നമ്മൾ. അപ്പൊ അത് പറയുന്ന പോലെ പ്രധാനമായിട്ടും നാമമാണ്. അപ്പം ഒരാൾ ചോദിച്ചു, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്ത്, അതായത് ഒരു വൈഷ്ണവനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അപ്പൊ നമ്മൾ നാമം ജപിക്കുന്നവരെല്ലാം നമ്മൾ വൈഷ്ണവരും, ബ്രാഹ്മണരെക്കാട്ടിൽ ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വൈഷ്ണവരെന്ന് പറഞ്ഞത്. 26 ഗുണങ്ങളുണ്ട് വൈഷ്ണവർക്ക്, ബ്രാഹ്മണർക്ക് 9 ഗുണങ്ങളേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോ ഈ ചൈതന്യ മഹാപ്രഭുവിനോട് ഒരാൾ ചോദിച്ചു, സത്യരാജ ഖാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഭക്തൻ ചോദിച്ചാണ്, എങ്ങനെയാണ് ഭക്തനെ, ഒരു വൈഷ്ണവരെ എങ്ങനെ തിരിച്ചറിയാം? അതേപോലെ അർജുനനും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു ഭക്തനെ തിരിച്ചറിയുന്നത്, അവന്റെ ഭാഷ എന്തായിരിക്കും, അവന്റെ ചലനങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് മഹാപ്രഭു എന്താ പറയുന്നത്? പ്രഭുഹേ യാരമുഖേ ശുനി ഏകഭാര കൃഷ്ണനാമസേ പൂജ ശ്രേഷ്ഠ സഭകാര. ഒരാള് കൃഷ്ണനെന്ന് ഒരിക്കലെങ്കിലും, അതാണ് മഹാപ്രഭുവിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഒരാള് കൃഷ്ണനെന്ന് ഒരിക്കലെങ്കിലും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സമൂഹത്തിൽ മികച്ചവനായിട്ട് കാണണം. കാരണം കൃഷ്ണനെന്ന്, ഇപ്പൊ മായാവാദികളൊക്കെ എന്ന് വെച്ചാൽ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നാമം പോലും പറയത്തില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, എല്ലാ ആൾക്കാരും കൃഷ്ണൻ എന്നുള്ള നാമം ജപിക്കും. അപ്പൊ അതുകൊണ്ട് അടുത്ത ജന്മം അവർക്ക് തീർച്ചയായിട്ടും, ഇപ്പൊ കഴിഞ്ഞ ജന്മമൊക്കെ നമ്മൾ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും നമുക്ക് ഈ ജന്മം നമുക്ക് ഭഗവാന്റെ തിരുനാമം ജപിക്കാനുള്ള, നമുക്കൊരു ഗുരുവിനെ കാണാനും ഗുരുവിൽ നിന്ന് നമുക്ക് നിർദ്ദേശങ്ങൾ കിട്ടാനും ഭക്തന്മാരുടെ അസോസിയേഷൻ കിട്ടാനും ഭാഗവതം ശ്രവിക്കാനും ഒക്കെയുള്ള അനുഗ്രഹം ഉണ്ടായത് അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു സമൂഹ മികച്ച ആളായിട്ട് കാണണം. പിന്നെ അതേപോലെ തന്നെ പിന്നെ പറയുന്നത് എന്താണ്? അതയേവ യാൻരാമുഖേ ഏക കൃഷ്ണ നാമസേയി വൈഷ്ണവ കരിഹതാൻ ഹര സമാന. അതായത് നമ്മൾ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മഹാപ്രഭു പറയുന്നത്, അതായത് ഒരാള് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത്, അതാണ് ഏക കൃഷ്ണ നാമസേയി, ഒരു പ്രാവശ്യമെങ്കിലും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വൈഷ്ണവനായിട്ട് അംഗീകരിക്കും. വൈഷ്ണവരെന്ന് വെച്ചാൽ സാധാരണക്കാരല്ല, വൈഷ്ണവരാണ് ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവർ. ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവരാണ് വൈഷ്ണവരെന്ന് പറയുന്നത്. അതിന്റെ താഴെയാണ് ബ്രാഹ്മണർ. ബ്രാഹ്മണര് പക്ഷേ നമ്മൾ എന്താണ്, വൈഷ്ണവര് ബ്രാഹ്മണരിക്കൽ ക്വാളിറ്റി ഉന്നതമാക്കി കൊണ്ടുവരണം. ബ്രാഹ്മണരായാലും ഇപ്പൊ പണ്ട് മാധവേന്ദ്രപുരിയുടെ ഒരു കഥയുണ്ട്, ചൈതന്യ ചരിതാമൃതത്തിൽ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, ബ്രാഹ്മണര് പിന്നെ അദ്ദേഹം ഇങ്ങനെ സ്വപ്നം കണ്ട് എന്താ ഗോവർദ്ധനത്തിന്റെ അടുത്ത് ഇങ്ങനെ ഭഗവാൻ സ്വപ്നത്തിൽ വന്നിച്ച് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഭയങ്കര ചൂടായിട്ട് കിടക്കുകയാണ്, ഞാൻ ഗോവർദ്ധന പർവ്വതത്തിന്റെ മുകളിൽ എന്നെ മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്, നിങ്ങൾ പോയിട്ട് നിങ്ങൾ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ അവിടുന്ന് ആ വിഗ്രഹം എടുത്തിട്ട് എന്നെ ഇവിടെ പ്രതിഷ്ഠിക്കണം, എനിക്ക് ദേഹത്ത് ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യണമെന്ന് പറയും. അപ്പൊ അങ്ങനെ മാധവേന്ദ്രപുരി ഗ്രാമത്തിൽ ചെന്ന ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഈ വിഗ്രഹം കുഴിച്ചെടുത്ത് അവിടെ പ്രതിഷ്ഠിച്ച് ഒരൊറ്റ ദിവസം കൊണ്ട്, തലേ ദിവസം സ്വപ്നം കണ്ട് പിറ്റേന്ന് പകല് മൊത്തം അവർ പ്രയാസപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് അവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ച് അന്നദാനം ചെയ്ത്, പിന്നെ ബ്രാഹ്മണര് വന്ന് ഭഗവാനെ അഭിഷേകം ചെയ്തു. അപ്പൊ അങ്ങനെ എല്ലാം ചെയ്തു. പിന്നെ അദ്ദേഹം അവിടെ വന്ന ബ്രാഹ്മണര്, അത് പറയാനാണ് ഞാൻ വന്നത്, ആ ബ്രാഹ്മണര് വന്നപ്പം അവരെ കൊണ്ട് അവർക്ക് പൂജ ചെയ്യും. ഇപ്പൊ നമ്മൾ അമ്പലങ്ങളിലെല്ലാം പൂജ ചെയ്യുന്ന ബ്രാഹ്മണരാണ്. അപ്പൊ പക്ഷെ അവിടെ പിന്നെ ബ്രാഹ്മണരല്ല, ആക്ച്വലി അവര് വന്നപ്പോ അവർക്ക് ദീക്ഷ കൊടുത്തു. മാധവേന്ദ്രപുരി ദീക്ഷ കൊടുത്ത് അവരെ വൈഷ്ണവരാക്കിയതിന് ശേഷമാണ് ഭഗവാന് പൂജ ചെയ്യാനായിട്ട് അവർക്ക് ആ അധികാരം കൊടുത്തത്. അപ്പൊ എന്ന് പറയുന്നത് നമ്മുടെ ഇസ്കോൺ ക്ഷേത്രങ്ങളിലെല്ലാം വൈഷ്ണവരാണ് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ബ്രാഹ്മണര് ചെയ്യുന്നെങ്കിലും അവരൊക്കെ സ്മാർത്ത ബ്രാഹ്മണരെന്ന് പറയും. സ്മാർത്ത ബ്രാഹ്മണരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അനുഷ്ഠാനങ്ങളിൽ മാത്രം, പിന്നെ എന്താ റിച്വൽസ്, ചടങ്ങുകളിലും അനുഷ്ഠാനങ്ങളിലും മാത്രമാണ്. അപ്പൊ മറ്റുള്ള ഈ ദേവന്മാരെയൊക്കെ പൂജിക്കുന്നതിന് അത് മതി, അത് ശങ്കരാചാര്യരുടെ സമ്പ്രദായത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ വൈഷ്ണവ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അതിന് ആ രീതി, വിശേഷിച്ച് ഇസ്കോൺ ക്ഷേത്രങ്ങളിലെല്ലാം ഈ തരത്തിലുള്ള ബ്രാഹ്മണരാണ് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു കൃഷി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ആ സംസ്കാരം വളർത്തിയെടുക്കുക എന്ന് പറയും. ഇപ്പം നമ്മളൊരു പിന്നെ വിത്ത് കുഴിച്ചിട്ട്
അത് പൊട്ടിമുളച്ച് അതിന് വേണ്ട സംരക്ഷണങ്ങളും വളവും വെള്ളവും എല്ലാം കൊടുത്താണ് അതിനെ വളർത്തിയെടുക്കുന്നത്. അതേപോലെ നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു പിന്നെ ഭക്തിയുടെ ബീജം ഗുരു നിക്ഷേപിക്കുന്നു. ഗുരു കൃഷ്ണ പ്രസാദേ പായ ഭക്തിലത ബീജ. ആ ഹൃദയത്തിൽ നമ്മുടെ പിന്നെ ഗുരുവാണ് നിക്ഷേപിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയിട്ടാണ്. ഗുരു എവിടെ നിന്നാണ് അനുഗ്രഹം കിട്ടുന്നത്? ഗുരുവിന് അദ്ദേഹത്തിന്റെ ഗുരു പരമ്പരയിൽ കൂടിയാണ്. അതിലുപരി കൃഷ്ണന്റെ ആധ്യാത്മിക ലോകത്ത് നിന്നാണ് ഗുരു അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി തന്റെ ശിഷ്യന് നൽകുന്നത്. അപ്പൊ നമ്മൾ അതിനാണ് ഗുരു ശിഷ്യ ബന്ധം, അല്ലെങ്കിൽ നമ്മൾ ഗുരുവിനെ സ്വീകരിക്കുന്നതും അതുപോലെ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുന്നതും ഗുരുവിനെ സേവിക്കുന്നതും ഗുരുവിൽ നിന്ന് ജിജ്ഞാസുവായിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നതും എല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ആ ബ്രാഹ്മണിക്ക് നമുക്ക് ആ ഗുണങ്ങളെ വളർത്തിയെടുക്കണം. ഗുണങ്ങൾ ഇപ്പൊ ഭഗവാൻ എന്ന് പറയുന്ന അചിന്ത്യ ഗുണസ്വരൂപമാണ് അല്ലേ? നമ്മൾ ഇന്ന് ഭൗതിക ലോകത്ത് ത്രിഗുണങ്ങളുടെ അധീനതയിലാണ്. ഒന്നുകിൽ സത്വഗുണം, അല്ലെങ്കിൽ രജോ ഗുണം, അല്ലെങ്കിൽ തമോ ഗുണം, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം മിശ്രിതം. അങ്ങനെയാണ്. അതിനെയൊക്കെ അതിജീവിക്കണം. അതാണ് ഭഗവാൻ പറയുന്നത് ദേവിഹേഷ്യ ഗുണമയി മമമായ ദുരത്യയാന്ന്. ആ ഗുണങ്ങളെ നമ്മൾ അതിജീവിച്ച് അതീന്ദ്രിയമായ തലത്തിലേക്ക് എത്തണം. അപ്പൊ ഇപ്പം നമ്മളെല്ലാം കൃഷ്ണ കോൺഷ്യസ് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് അല്ലേ? നമ്മൾ പരിശീലിക്കുന്നതേ ഉള്ളൂ. പരിശീലനം കഴിഞ്ഞതിന് ശേഷമാണ് പരീക്ഷണം. ആദ്യം പരിശീലനം, പിന്നീട് പരീക്ഷണം അല്ലേ? അപ്പൊ നമ്മൾ പരിശീലിക്കുന്ന എന്താണ്? ഇപ്പം കൃഷ്ണാവബോധം പിന്നീട് നമ്മൾ പരീക്ഷണം, ഭഗവാന്റെ പരീക്ഷണവും നമ്മളോടൊപ്പം ഉണ്ടാകും. കാരണം എന്താ? നമ്മുടെ ഭക്തിയെ കൂടുതൽ സ്ട്രെങ്തൻ ആവാക്കാൻ വേണ്ടി, ഒരുപാട് നമ്മൾ കൂടുതൽ ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി, അതിന്റെ വേരുകളെ നമ്മുടെ ഹൃദയത്തിൽ അത്രമാത്രം വ്യാപിപ്പിക്കാൻ വേണ്ടി. ഒരു വൃക്ഷം, അതിന്റെ വേരാണ് അതിനെ താങ്ങുന്നത്. എത്രയോ വലിയ വടവൃക്ഷങ്ങൾ, അതിന്റെ വേരാണ് അതിനെ ഉള്ളിൽ താങ്ങി, മണ്ണിനടിയിലാണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല. അതേപോലെ നമ്മുടെ ഭക്തി, നമ്മൾ ചെയ്യുന്നതെല്ലാം പുറമെയാണ്, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അതിനെ നമ്മൾ വേരുറപ്പിക്കണം. ഭക്തിയെ വേരുറപ്പിച്ചാൽ മാത്രമേ നമ്മുടെ നമുക്ക് എപ്പോഴും ആ ഭക്തിയോടുകൂടി, ആ അവബോധത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതിനൊരുപാട് ഗുണങ്ങൾ നമ്മൾ ആർജിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിന് വേണ്ടതാണ് നമുക്ക് സത്സംഗം. സത്സംഗത്തിൽ കൂടെ എന്താണ് നമ്മൾ നേടുന്നത്? അതായത് ഇതിനെല്ലാം വേണ്ടത് ഗുരുവിന്റെ അനുഗ്രഹം. അതാണ് സത്സംഗത്തിൽ കൂടി നമുക്ക് ഗുരുവിനെ കിട്ടുന്നു, അല്ലെങ്കിൽ ഗുരു പ്രതിനിധികളെ കിട്ടുന്നു. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ കേട്ടും അവരുടെ സത്സംഗത്തിൽ, ഇപ്പൊ ഗുരു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ശരീരത്തിൽ നിന്ന് വരുന്ന വൈബ്രേഷൻ പോലും എന്താണ്? നമ്മുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ അനുഗ്രഹമാണ്. അതിനാണ് നമ്മൾ അസോസിയേഷൻ, നേരിട്ടുള്ള അസോസിയേഷൻ, ഗുരുവിനെ കാണാൻ പോകുന്നതും അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കുന്നതും അദ്ദേഹത്തിന്റെ ആ ശാരീരികമായിട്ടുള്ള വൈബ്രേഷൻ, സ്പന്ദനം പോലും നമ്മുടെ അവബോധത്തെ ബാധിക്കും. പിന്നെ അദ്ദേഹത്തിന് സേവ ചെയ്യുക, വാപ്പു സേവ, വാണി സേവ, ഇതെല്ലാം ഉണ്ട്. അപ്പൊ നമ്മള് തസ്മാത് ഗുരുവും പ്രപദ്യേത ജിജ്ഞാസു ശ്രേയ ഉത്തമം. അതാണ് പരമസത്യത്തിന്റെ അതീന്ദ്രിയ ശാസ്ത്രത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ താല്പര്യം വേണം. അപ്പൊ പരമസത്യം, ഈശ്വരനെ കുറിച്ചുള്ള എന്താ പറയാ, പരമമായിട്ടുള്ള ആ സത്യത്തെ മനസ്സിലാക്കാൻ ജിജ്ഞാസു ആയിരിക്കണം. അതാണ് പറയുന്നത് അതതോ ബ്രഹ്മ ജിജ്ഞാസ. ഇപ്പൊ നമ്മൾ പറയും, പിന്നെ ഇപ്പൊ ഭൗതിക ലോകത്ത് പലതരത്തിലുള്ള ശാസ്ത്രങ്ങളുണ്ട്. കാമശാസ്ത്രമുണ്ട്, അർത്ഥശാസ്ത്രമുണ്ട്, ധർമ്മശാസ്ത്രമുണ്ട്. അതിലുപരിയാണ് മോക്ഷശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ആ ശാസ്ത്രത്തിൽ നമുക്ക് നിപുണരായിട്ടുള്ള ഭക്തന്മാരുണ്ട്. അവരിൽ നിന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കി അവരെ സേവിക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. അതായത് ഗുരുവിനെ സ്വീകരിക്കുക, അദ്ദേഹത്തെ നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കുക. എൻ്റെ ഗുരുവാണ്. നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെയാണ് പറയുന്നത്? ഇപ്പം മാതാപിതാ ഗുരു ദൈവം എന്ന് പറയും. അപ്പൊ മാതാവ് പിതാവിനെ കാട്ടിത്തരുന്നു, പിതാവ് ആരെ കാട്ടിത്തരുന്നു? ഗുരുവിനെ കാട്ടിത്തരുന്നു. ഗുരുവാണ് നമുക്ക് ദൈവത്തെ കാട്ടുന്നത്. പലരും പല രീതിയിൽ അതിന് വ്യാഖ്യാനം കൊടുക്കാറുണ്ട്. മാതാപിതാ ഗുരു, ചിലർ പറയും അമ്മയച്ഛനുമാണ് ഗുരു, എല്ലാവരും പറയാം അമ്മയച്ഛനുമാണ് ദൈവം. അവരും ദൈവത്തെ പോലെയാണ്. നമുക്ക് നമ്മുടെ ഈ ശരീരത്തിന്റെ സൃഷ്ടിക്ക് കാരണക്കാരായ അവരാണ് നമ്മുടെ മാതാപിതാക്കള്. അവര് ആണ് നമുക്ക് ഗുരുവിനെ കാട്ടിത്തരേണ്ട കടമ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മാതാപിതാക്കളാകുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഗുരുവിനെ കാട്ടിക്കൊടുക്കണം. ആ ഗുരുവാണ് അവരെ കൈപിടിച്ച് ഭഗവാന്റെ പാദങ്ങൾ, അല്ലെങ്കിൽ ഭഗവാനെ കാട്ടിക്കൊടുക്കുന്നത്. അതാണ് മാതാപിതാ ഗുരു ദൈവം. അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മൾ തസ്മാത് ഗുരും പ്രപദ്യേത, അതായത് പരമസത്യത്തിന്റെ അതീന്ദ്രിയ ശാസ്ത്രം, ഈ ശാസ്ത്രത്തെ കുറിച്ച് നമ്മൾക്ക് കുറച്ചെങ്കിലും മധ്യമാധികാരി, ഉത്തമാധികാരി,
കനിഷ്കാധികാരി എന്ന് വെച്ചാൽ അമ്പലത്തിൽ പോവുക, ആ മൂർത്തിയില് മാത്രം ആ ഒരു ശ്രദ്ധ. നമ്മളൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ? അമ്പലത്തിൽ പോകുന്നു, അവിടെ തൊഴുന്നു, നമ്മുടെ ദുഃഖങ്ങളൊക്കെ പറയുന്നു. പിന്നെ അതുപോലെ ആ മൂർത്തിയോട് ഇപ്പൊ ചിലർക്ക് ഭയങ്കര അട്രാക്ഷൻ ഉണ്ടാകും ആ മൂർത്തി. ചിലര് മൂർത്തിയും ശ്രദ്ധിക്കാറില്ല, പോയി ദുഃഖങ്ങളൊക്കെ പറഞ്ഞേച്ച് വിഷമിച്ച് കുറെ കരഞ്ഞേച്ചൊക്കെ പോരും. അതൊന്നും അല്ല ഭക്തി. ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഭഗവാനെ മൂർത്തി കാണുമ്പം ഇത് ഭഗവാൻ തന്നെയാണ്, ഇത് സ്വയം ഭഗവാൻ. ഈ മൂർത്തി എന്ന് പറയുന്നത് ഭഗവാനും ഈ മൂർത്തിയും തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ അത് നമ്മുടെ ഹൃദയത്തിൽ, അതാണ് പ്രേമാഞ്ചന ചുരിത ഭക്തി വിലോചനേന സന്താ സദൈവ ഹൃദയേഷു വിലോകയന്തിയം ശ്യാമസുന്ദരം അചിന്യ ഗുണസ്വരൂപം ഗോവിന്ദവാദി പുരുഷം തമഹം ഭജാമി. ആ ഭഗവാനെയാണ് ഞാൻ ഭജിക്കുന്നത്. അത് നമ്മുടെ പ്രേമത്തിന്റെ അഞ്ജനം എഴുതിയ കണ്ണുകൾ കൊണ്ട് ഭഗവാനെ ദർശിക്കണം. ഇപ്പൊ പ്രേമത്തിന്റെ അഞ്ജനം എഴുതിയ കണ്ണുകൾ കൊണ്ട് ഭഗവാനെ ദർശിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് കാണണം, ഹൃദയം കൊണ്ട് കാണണം. നമ്മൾ അവിടെ ചെന്ന് ഇപ്പൊ സാധാരണ എല്ലാവരും എങ്ങനെ ചെല്ലുന്ന, ഇപ്പൊ ഇസ്കോൺ ക്ഷേത്രത്തിലായാലും ചിലര് ചെല്ലുക, അവിടെ പോയി നമസ്കരിക്കുക, എഴുന്നേറ്റ് പോരുക. ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് തുടങ്ങി ഭഗവാന്റെ തിരുമുഖം വരെ നമ്മൾ കാണും ഇല്ലേ? ഇപ്പൊ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ കഴിഞ്ഞപ്പോ നമുക്ക് ഗുരുവായൂരായാലും അവിടെ പോയി കഴിഞ്ഞാൽ ഭഗവാനെ നമുക്ക് അത്രയും സമയം നിന്ന് കാണാനൊക്കത്തില്ല. നമ്മൾ കിട്ടുന്ന കണ്ണുകൊണ്ട് ഓരോ ഒറ്റ നിമിഷമേ നമുക്ക് കിട്ടത്തുള്ളൂ. ആ നിമിഷം കൊണ്ട് ഭഗവാനെ ആ ഹൃദയത്തിലേക്ക് ആവാഹിക്കുക, ഭഗവാനെ സ്വീകരിക്കുക. പക്ഷെ ഇസ്കോൺ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് സമയം കിട്ടും. അവിടെ ചെന്ന് ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ച് ഭഗവാന്റെ പിന്നെ എന്താ പറയാ പ്രണാമമന്ത്രം പറഞ്ഞ് നമ്മൾ ഭഗവാനെ നമ്മുടെ എന്താ പറയാ ആ ഹൃദയം കൊണ്ട് പ്രേമപൂർവ്വം നമ്മൾ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് നമ്മൾ ആ ഭഗവാന്റെ കടാക്ഷത്തെ ഏറ്റുവാങ്ങണം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഭക്തി വളർത്തിയെടുക്കുന്നത്. അതാണ് കൃഷി പോലെയാണെന്ന് പറയുന്നത്. അപ്പൊ ഗുരു നമ്മള് ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന ആ ഭക്തിലതയുടെ ബീജത്തെ നമ്മളത് സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആവാഹിച്ച് നമ്മൾ ഓരോ ദിവസം കഴിയും തോറും അതിനെ നമ്മൾ വളർത്തി വളർത്തി വെള്ളവും വളവും, അതായത് കീർത്തനവും ശ്രവണവുമാണ് വെള്ളവും വളവും എന്ന് പറയുന്നത്. അത് കൊടുത്ത് അതിനെ ആ പുഷ്ടിപ്പെടുത്തിയെടുക്കുക, പരിപുഷ്ടി, അതാണ് ഫലഭൂയിഷ്ടമാക്കിയെടുക്കുക. അപ്പൊ അത് നമ്മുടെ ഹൃദയം അതിന് സ്വീകരിക്കാനുള്ള ആ പ്രവണത, അല്ലെങ്കിൽ ഭഗവാന്റെ തിരുനാമത്തെ അല്ലെങ്കിൽ ഭഗവാനെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ഭഗവാനെ സ്വീകരിച്ച് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മുടെ ഭക്തിയെ വളർത്തിക്കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ യോഗ്യതയുള്ളവരായി തീരുന്നത് അല്ലേ? നമ്മളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുന്നത് ഗുരുവാണ്. ആ നമുക്ക് യോഗ്യതയില്ല, നാമം ജപിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരാണ് കലിയുഗത്തിലെ ആൾക്കാർ. പക്ഷെ അതിനുവേണ്ടിയാണ് ചൈതന്യ മഹാപ്രഭു വൈരാഗ്യ വിദ്യ നിജഭക്തി യോഗ ശിഷ്വാത്വമേവ പുരുഷ പുരാണ ശ്രീകൃഷ്ണ ചൈതന്യ ഒരു ശ്ലോകമുണ്ട്, ശ്രീകൃഷ്ണ ചൈതന്യ ശരീരധാരി. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിന്റെ ശരീരത്തില് എന്താണ് വൈരാഗ്യ വിദ്യ പഠിപ്പിക്കാനായിട്ട് അദ്ദേഹം ഈ ഭൗതിക ലോകത്ത് വന്നിരിക്കുന്നതാണ്. ആരാ? പുരാണ പുരുഷനായ ശ്രീകൃഷ്ണൻ. ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ശരീരം സ്വീകരിച്ചിട്ട് ഭൗതിക ലോകത്ത് വന്നിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ശരണം പ്രാപിക്കുന്നു എന്ന് സർവഭൗമ ഭട്ടാചാര്യ എന്നൊരു വലിയ ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര മായാവാദിയായിരുന്നു ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്ത്. ചൈതന്യ മഹാപ്രഭു പിന്നെ അദ്ദേഹത്തെ അതൊരു വലിയ കഥയാണ് ചൈതന്യ ചരിതാമൃതത്തിൽ. അപ്പൊ അദ്ദേഹത്തെ ശിഷ്യനായിട്ട് സ്വീകരിച്ചു. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് എഴുതിയത് ഒരു ശ്ലോകമാണ്. 100 ശ്ലോകങ്ങൾ എഴുതി ഭഗവാന് സമർപ്പിച്ചു അതിനുശേഷം. അപ്പൊ അന്നേരം അദ്ദേഹം എഴുതിയതാണ്, അതായത് വൈരാഗ്യ വിദ്യ ഭക്തിയോഗം പഠിപ്പിക്കാനായിട്ട് പിന്നെ എന്താണ് ഈ കലിയുഗത്തിലെ ശ്രീകൃഷ്ണ ചൈതന്യ ശരീരധാരി, ശ്രീകൃഷ്ണ ചൈതന്യന്റെ ശരീരം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഭഗവാൻ പുരുഷപുരാണ എന്ന് വെച്ചാൽ എന്താണ്? പുരാണ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ഞാൻ ആശ്രയം തേടുന്നു. അപ്പൊ നമുക്ക് ആശ്രയിക്കാനായിട്ട് ഈ ലോകത്ത് വേറെ ആരാണുള്ളത്? നമുക്ക് ആശ്രയിക്കാൻ ഭഗവാനേ ഉള്ളൂ. അപ്പൊ കലിയുഗത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ടത് ഭഗവാന്റെ രൂപത്തെ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ധ്യാനിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ശ്രദ്ധയോടുകൂടി നാമം ജപിക്കുക. ആ നാമജപത്തിലൂടെയാണ് നമ്മൾ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ഗുണങ്ങളും നമ്മൾ നാമം ജപിക്കുകയും ഭഗവത് സേവനം ചെയ്യുകയും ചെയ്യുമ്പോഴാ ഓട്ടോമാറ്റിക്കലി നമുക്ക് ദൈവീയ ഗുണങ്ങൾ കൈവരും. അതാണ് നമ്മൾ സാത്വിക ഗുണത്തിലേക്ക് വരും. സാത്വിക ഗുണത്തിൽ നിന്ന് അതിനെയും അതിക്രമിക്കണം. അതിനെ അതിക്രമിച്ച് നമ്മൾ അതീന്ദ്രിയമായ ഗുണത്തിൽ എത്തിച്ചേരും. അപ്പോ നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ അനർത്ഥങ്ങളും അശുഭങ്ങളുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറിയിട്ട് എല്ലാ മംഗളം. അപ്പൊ പക്ഷെ അത് നാമം ജപിക്കുന്നതിൽ നിഷ്കർഷ ഉണ്ടായിരിക്കണം, എല്ലാ കാര്യത്തിലും നിഷ്കർഷ. അതിനാണ് സാധന ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ
അതേപോലെ ആ സാധന ഭക്തി നമ്മൾ പരിശീലിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അങ്ങനെയാണ് നമുക്ക് എന്താ രാഗാനുക ഭക്തിയിലേക്ക് നമ്മൾ വളർന്നു വരുന്നതും. അതിലുപരി പിന്നീട് ഭഗവാനോടുള്ള അതാണ് നിർവിഘ്നമായിരിക്കണം. നിർവിഘ്നം നമ്മള് ഭഗവാനോടുള്ള ഭക്തി അഹൈതുകവും നിർവിഘ്നവുമായിരിക്കണം. അഹൈതുകി അപ്രതീഹത യയാത്മാ സുപ്രസീദതി സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിരഥോക്ഷജേ അഹൈതുകി അപ്രതീഹത യയാത്മാ സുപ്രസീദതി. നമ്മൾ എപ്പോഴും എന്താണ് ഭഗവാനോടുള്ള ആ ഒരു പരമമായ ധർമ്മം ഓരോ മനുഷ്യന്റെയും ധർമ്മമാണ്. ഓരോ മനുഷ്യന്റെയും ധർമ്മമാണ് നമ്മൾ ഭഗവാനെ എന്താ പറയാ ഭഗവാന്റെ ധർമ്മം. നമ്മുടെ പരമമായ ധർമ്മം എന്ന് വെച്ചാൽ അധോക്ഷജനായിട്ടുള്ള ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, നീ സർവധർമ്മത്തെയും പരിത്യജിച്ചിട്ട് എനിക്കായി മാത്രം സമർപ്പിക്കുക. എല്ലാ ധർമ്മങ്ങളെയും, നമുക്ക് ഒരുപാട് ധർമ്മമുണ്ട്. നമ്മൾ സ്ത്രീകളാണല്ലേ, പുരുഷനാണല്ലെങ്കിൽ പിതാവാണല്ലെങ്കിൽ മാതാവാണല്ലെങ്കിൽ മകനാണ്, മകളാണ്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മൾക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ധർമ്മമായിട്ട് പറയും. ഇതൊക്കെ എന്ന് വെച്ചാൽ ഭൗതികമായ ധർമ്മമാണ്. പക്ഷേ നമ്മുടെ ആധ്യാത്മികമായ ധർമ്മം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അതാണ് സവൈ പുംസാൻ. ഒരു പുംസാൻ എന്ന് വെച്ചാൽ എന്താ? മനുഷ്യൻ. പുംസാൻ പരോധർമ്മം, പരമമായിട്ടുള്ള ധർമ്മം. ധർമ്മം ആക്ച്വലി ഭഗവാന്റെ തന്നെയാണ്. ധർമ്മം ഇത് സാക്ഷാത് ഭഗവത് പ്രണീതം. ആ ധർമ്മത്തെ, അതിനൊരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട് ധർമ്മം എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് അത് ഭഗവാൻ ഒരൊറ്റ വാക്കിലാണ് അവസാനം സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം. അപ്പൊ ആ ശരണം എന്ന് പറയുന്നതാണ് പരമമായ ധർമ്മം. മനസ്സിലായോ? ഒരുപാട് ധർമ്മങ്ങളുണ്ട് ഭൗതിക ലോകത്ത്, അതിനെയൊക്കെ നീ ഉപേക്ഷിച്ചേരെ. ഭഗവാൻ എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് എന്തെല്ലാം യോഗത്തെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച്, സ്ത്രീധർമ്മം, പുരുഷധർമ്മം, പിന്നെ അതുപോലെ തന്നെ എന്താണ് ജ്ഞാനയോഗം, പിന്നെ അഷ്ടാംഗ യോഗചര്യ, ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. എല്ലാം പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് പറയുന്ന എന്താണ്? എല്ലാ ധർമ്മത്തെയും നീ പരിത്യജിക്കുക. എന്നിട്ട് മാം ഏകം ശരണം, അതാണ് പരമമായ ധർമ്മം. മാം ഏകം ശരണം, എന്നെ മാത്രം ശരണം പ്രാപിക്കുക. വ്യവസായാത്മിക ബുദ്ധിർ ഏകേക കുരുനന്ദന, അതാണ് വ്യവസായാത്മിക ബുദ്ധി. ഇപ്പൊ ഒരു വൃക്ഷം വളരുമ്പോൾ അതിനൊരുപാട് ശിഖരങ്ങൾ ഉണ്ടാകും, അല്ലേ? ധാരാളം ശിഖരങ്ങൾ ഉണ്ടാകും. ആൾക്കാര് ഈ തടി എന്താണ്, ആ വൃക്ഷത്തിന് തടി വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് വണ്ണം വെക്കാൻ വേണ്ടി ഈ വൃക്ഷത്തിന്റെ ഈ ശാഖകളൊക്കെ വെട്ടി മാറ്റി കൊടുക്കും. കാരണം അത് വലിയ ഒത്ത തടിയായിട്ട് ഇങ്ങനെ വളർന്നു വരാൻ വേണ്ടി. അപ്പൊ അതേപോലെ നമുക്കും എന്താ പറയാ, നമുക്കും പല പല ധർമ്മത്തിലൊക്കെ പെട്ട് നമ്മൾ യഥാർത്ഥ ധർമ്മത്തെ മറന്ന് ജീവിക്കുന്നവരാണ് ഭൗതിക ലോകത്തെ എല്ലാ ആൾക്കാരും. അപ്പൊ നമുക്ക് യഥാർത്ഥ ധർമ്മമാണ് വ്യവസായാത്മിക ബുദ്ധി. ആ ബുദ്ധിയെ നമ്മൾ വിവേകം, പ്രജ്ഞ, മേധ ഇതൊക്കെ പറയും. അപ്പൊ ഈ യഥാർത്ഥ ബുദ്ധിയെ നമ്മൾ വിനിയോഗിച്ച് വിവേകത്തോടുകൂടി, അതാണ് ചിലർ പറയത്തില്ലേ വിവേകത്തോട് സംസാരിക്കുക എന്ന് പറയത്തില്ലേ. അപ്പൊ വിവേക ബുദ്ധി നമ്മൾ ഉപയോഗിക്കണം, വെറും ബുദ്ധിയല്ല. അതിനാണ് വ്യവസായാത്മിക ബുദ്ധി, പ്രജ്ഞ എന്ന് പറയുന്നത്. ആ വ്യവസായാത്മിക ബുദ്ധി ഏകേക കുരുനന്ദന, അതാണ് വൺ പോയിന്റഡ് അറ്റൻഷൻ. ഒറ്റ കേന്ദ്ര ബിന്ദു, കൃഷ്ണൻ എന്നുള്ള കേന്ദ്ര ബിന്ദുവിൽ മാത്രം നമ്മുടെ മനസ്സിനെ, നമ്മുടെ അവബോധത്തെ നമ്മൾ ഉറപ്പിക്കുക. അല്ലെങ്കിലോ അവ്യവസായിന, അല്ലെങ്കിൽ അതായത് എന്താ, പല ശാഖകളോടും കൂടിയ വൃക്ഷം എന്ന് പറയുന്നത് അതിന് എന്താ പറയാ, ശരിയായ വളർച്ച അതിന് കിട്ടത്തില്ല, ശരിയായ പോഷണം കിട്ടത്തില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് അതൊക്കെ മുറിച്ചു മാറ്റുന്നത്. എന്ന് പറയുന്ന പോലെ നമ്മുടെ ശ്രദ്ധ പലയിടത്ത് പോകാതെ ആ ശ്രദ്ധയെല്ലാം വൺ പോയിന്റഡ് അറ്റൻഷൻ ആയിട്ട്, അത് തന്നെയാണ് ഭഗവാൻ പറയുന്നത്, അനന്യ ചിന്ത എന്തോ മാം ഏ ജനാപര്യുപാസതി. വേറെ ഒരു ചിന്തകളും പാടില്ല, എന്നിൽ തന്നെ മനസ്സ്. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ എന്നാൽ പോലും നമ്മൾ നിരന്തരമായ അഭ്യാസേനുത് കൗന്ദേയ വൈരാഗ്യാണ് ചവിര, നിരന്തരമായ അഭ്യാസം കൊണ്ടും അതേപോലെ നിസ്സംഗത കൊണ്ടും നമുക്കിതെല്ലാം സാധിക്കും. നമ്മുടെ മനസ്സിനെ നേരത്തെ പറഞ്ഞ പോലെ വാചകം ആവശ്യമില്ലാതെ സംസാരിക്കാതിരിക്കുക. അപ്പൊ പണ്ടൊക്കെയുള്ള ആൾക്കാരെ എന്താ മുനി എന്നാ വിളിക്കുന്നത്, മുനിവര്യന്മാർ. അവര് സംസാരിക്കാറേ ഇല്ല, അവരെപ്പോഴും ധ്യാനിക്കും. അവരെപ്പോഴും അവരുടെ മനസ്സ് അങ്ങനെ ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും പരമസത്യവുമായിട്ട്, ഈശ്വരനുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് മുനികൾ. നമ്മൾ അങ്ങോട്ട് പോവാ, എവിടെ പോവാ എന്ന് വരും, അങ്ങനെ പോവും, ഇങ്ങനെ പോകും. ഇതൊക്കെയാണ് നമ്മുടെ സംസാരം. അതൊക്കെ അനാവശ്യമായ വാശോവേഗം, ആ സംസാരിക്കാനുള്ള ത്വരയെ മാറ്റിയിട്ട് നമ്മുടെ മനസ്സിനെയും ക്രോധത്തെയും ഒക്കെ നമ്മൾ അടക്കി, അതാണ് ഇന്ദ്രിയ നിഗ്രഹം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാ നമുക്ക് യഥാർത്ഥത്തില് ഈശ്വരനെ തീർച്ചയായിട്ടും
നമ്മുടെ മനസ്സിൽ എന്താ പറയാ പ്രതിഷ്ഠിക്കാൻ പറ്റും. ഭഗവാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഭാഗവതത്തിനകത്തും പിന്നെ അതുപോലെ ഭാഗവതത്തിനകത്തും പറയുന്നുണ്ട്. പരസ്പരാനുകഥനം, അതായത് പരസ്പരം നമ്മൾ ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാനെ കുറിച്ചാണ്. നമ്മുടെ രണ്ടു കൂട്ടരുടെയും സെന്ററിൽ ആര് ഇപ്പോൾ ഉണ്ട്? ഭഗവാനുണ്ട്. ആ ഭഗവാൻ മാത്രമാണ് ഒരൊറ്റ അറ്റൻഷൻ. നമ്മുടെ മനസ്സ് വേറെ എങ്ങും വ്യാപരിക്കാറില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ്? മനസ്സിനെ നമ്മൾ പിന്നെ എന്താ പറയാ മുറുകി പിടിക്കണം. നമ്മുടെ മനസ്സിനെ എങ്ങോട്ടും കുരങ്ങിനെ പോലെയാണ്. ഒരു ബ്രാഞ്ചിൽ നിന്ന് ചാടി അടുത്ത ബ്രാഞ്ചിൽ, അവിടുന്ന് അടുത്ത ബ്രാഞ്ചിൽ, എവിടെ വേറെ വേണേലും പോകും. പക്ഷെ ആ മനസ്സ്, അതാണ് ഗോസ്വാമിമാർ, അവരവരുടെ ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവരാണ്. മനസ്സിലായി? അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിനെ കീഴടക്കി, ഇന്ദ്രിയങ്ങളെ കീഴടക്കി, അതുപോലെ നമ്മുടെ ജിഹ്വ, നാവിനെ ഭഗവാന്റെ പ്രസാദം ഭുജിക്കുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക. ഇത് രണ്ടും ചെയ്ത് പിന്നെ അതാണ് ഉദരോപസ്ഥ വേഗം. ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, ഭഗവാന് നല്ല നല്ല പിന്നെ പോക നമ്മൾ പ്രിപ്പയർ ചെയ്തു ഭക്തിയോടുകൂടി നമ്മൾ പോക സമർപ്പിച്ചിട്ട് അത് പ്രസാദമാക്കി ഭഗവാൻ നമുക്ക് തരുമ്പം അത് കഴിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ഉണ്ടാകുന്നത്? നമ്മുടെ അവബോധം പുഷ്ടിപ്പെടുന്നത്. അവബോധം പുഷ്ടിപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പിന്നെ മറ്റുള്ള ഫുഡിനോട്, മറ്റുള്ള പുറത്തുള്ള ഫുഡിനോടോ അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഫുഡിനോടോ ഒന്നും നമുക്ക് താല്പര്യം വരത്തില്ല. അതായത് നമുക്ക് രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതി. അതായത് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടുകൂടി നമുക്ക് താഴ്ന്ന ലെവലിലുള്ള രുചികളൊക്കെ നമ്മൾക്ക് താല്പര്യം വരത്തില്ല. അപ്പൊ ഉന്നതമായ തിങ്കിങ്, ഉന്നതനായിട്ടുള്ള ആരാണ്? ഭഗവാൻ. ആ ഏറ്റവും ഉന്നതനായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷൻ, അദ്ദേഹത്തെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അദ്ദേഹത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, അദ്ദേഹത്തെയാണ് നമ്മൾ പ്രേമിക്കുന്നത്. അപ്പൊ ആ ഒരു രുചി നമുക്ക് വന്നു കഴിഞ്ഞാൽ നിസാരമായ കാര്യങ്ങളിലോട് ഒന്നിനും പിന്നെ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെയാണ് കൃഷ്ണാവബോധത്തിൽ നമ്മൾ പരിശീലിക്കേണ്ട കാര്യങ്ങള്. അപ്പോ സമയമായ പ്രഭു? ടൈമായി മാതാജി. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും പ്രണാമം. അപ്പൊ ഇത്രയൊക്കെയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാന്. പിന്നെ ഇവിടെ സമയപരിധി കൊണ്ട് ഇവിടെ സ്റ്റോപ്പ്